മലപ്പുറം ആലത്തിയൂർ KHMHS സ്കൂളിൽ RSS ഗണഗീതം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ് കുട്ടികൾ ഗണഗീതം പാടിയത്. പാട്ട് പരിശോധിച്ചില്ലെന്നും അബദ്ധം പറ്റിയതാണെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് വിഷ്വൽസ് ഒന്ന് കാണാം. CV അനുമോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇത് കുട്ടികൾ സ്വയമേ പഠിച്ച് പാടിയതാണോ, അവർ ദേശഭക്തി ഗാനമെന്ന് തെറ്റിദ്ധരിച്ച് സ്കൂളിൽ അവതരിപ്പിച്ചതാണോ? എന്താണ് സ്കൂൾ അധികൃതർ പറയുന്ന വിശദീകരണം? വിഷയം വലിയ വിവാദമാകുന്നുണ്ടോ? ആര്യ, ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. ആലത്തിയൂർ KHMHS സ്കൂളിലായിരുന്നു ഈ സംഭവം നടന്നത്. കുട്ടികൾ ദേശഭക്തി ഗാനം എന്ന രീതിയിൽ യൂട്യൂബും മറ്റ് ഓൺലൈനിലും നോക്കി പഠിച്ച ഗാനം ആലപിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് RSSന്റെ ഗണഗീതമാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല എന്നാണ് അധ്യാപകരും പറയുന്നത്. ഈ സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയതിനെ തുടർന്നാണ് RSSന്റെ ഗണഗീതം സ്കൂളിൽ ആലപിച്ചു എന്ന കാര്യം തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതിഷേധം ഉയർന്നത്. ആദ്യം DYFIയും പിന്നാലെ SDPIയും സ്കൂളിലേക്ക് പ്രതിഷേധം നടത്തി. പ്രധാന അധ്യാപികയെ ഉപരോധിക്കുകയും ചെയ്തു. അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന സ്കൂൾ അധികൃതരുടെ ഉറപ്പ് അവരുടെ ലെറ്റർ പാഡിൽ ലഭിച്ചതിന് ശേഷമാണ് ഈ ഉപരോധം അവസാനിച്ചത്. ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടി RSSന്റെ ഗണഗീതം ചൊല്ലി എന്ന കാരണത്താൽ ഈ ഒരു പ്രചരണം നടത്തുന്നത് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പിൻവലിക്കുന്നു എന്നാണ് DYFIയും മറ്റും അറിയിച്ചത്. അത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ സ്കൂൾ അധികൃതർ അവർക്ക് എഴുതി നൽകുകയും ചെയ്തു. ജീവനക്കാരുടെ അശ്രദ്ധയാണ്, അധ്യാപകരുടെ അശ്രദ്ധയാണ് ഇതിലേക്ക് നയിച്ചതെന്നും ഇത് RSSന്റെ ഗണഗീതമാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്ന ഒരു കാര്യം. എന്നാണെങ്കിലും വലിയ പ്രതിഷേധം പ്രാദേശികമായിട്ട് ആ മേഖലയിൽ സ്കൂളിൽ ഉണ്ടായിരുന്നു. DYFIയും SDPIയും ഒരുപോലെ ഈ സംഭവത്തിൽ സ്കൂളിലെത്തി പ്രതിഷേധിക്കുകയും തുടർന്ന് ഈ പ്രതിഷേധിച്ചവർക്കെല്ലാം സ്കൂൾ അധികൃതർ നൽകിയ വിശദീകരണം ഇത് പരിശോധിക്കാത്തത് അധ്യാപകരുടെ വീഴ്ചയാണ് എന്ന കാര്യമാണ്. എന്നാൽ ഈ സംഭവത്തിൽ പോലീസിനും പരാതി ലഭിച്ചിട്ടില്ല. പോലീസ് ഇക്കാര്യത്തിൽ കേസും എടുത്തിട്ടില്ല. CV അനുമോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം ആലത്തിയൂർ KHMHS സ്കൂളിലാണ് RSS ഗണഗീതം കുട്ടികൾ പാടിയത്. അതിപ്പോൾ വലിയ വിവാദവും പ്രതിഷേധവും ഒക്കെ ആയ സംഭവമാണ്. നടപടിയെടുക്കും എന്നുള്ള തരത്തിൽ ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധങ്ങൾ അവസാനിച്ചത്.